ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2 മീൻ റെസിപ്പിയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഈ മീൻ രുചി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണേ. ശരി, നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ആദ്യം നമുക്ക് കപ്പ ചെമ്മീനിൽ കുഴച്ച ഒരു ഐറ്റം ഉണ്ട്, അതാണ് റെഡിയാക്കാൻ പോകുന്നത്. അതിന് ചെമ്മീൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ആവശ്യത്തിന് ഉപ്പും ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ഞാൻ കളറിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അത് 1 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ 2 ചെറിയ ഉള്ളിയും 3-4 വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് ചതച്ചെടുത്തതും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇതൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. സാധാരണ ഞാൻ മീൻ വറുക്കുന്നതിന് ഇത് ചേർക്കാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ നിങ്ങൾ, സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ ഇതിനി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ. ഈ സമയം കൊണ്ട് ഞാൻ ഡെയിലി ഇവിടെ റെഡിയാക്കുന്ന ഒരു മീൻ കറിയുണ്ട്, എൻ്റെ റെസിപ്പിയാണത്. അതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീൻ ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു 2 ടേബിൾ സ്പൂണോളം വരും. ഇനി കടുകും ഉലുവയും കൂടെ നമുക്ക് ഇട്ട് പൊട്ടിക്കാം. ഉലുവ പൊടിച്ചത് ചേർത്താലും മതിയാകും കേട്ടോ. ഇനി ഞാൻ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഒരു ചെറിയ ടൊമാറ്റോയും 2 വലിയ പച്ചമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി പൗഡറും ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഞാൻ പുളി പിഴിഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു, 1 നെല്ലിക്ക വലുപ്പത്തിന്. അപ്പോൾ അതാണ് വാളൻ പുളിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുത്തത്. അത് നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഉപ്പും ചേർത്തതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഉപ്പ് പോരാന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഉപ്പൊന്ന് ലിക്വിഡാക്കി എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. എന്നിട്ട് നമുക്ക് കട്ടിയായിട്ട് തേങ്ങാപ്പാലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ, നമുക്ക് തേങ്ങാപ്പാലെടുക്കാം. ഇതാ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം, എന്നിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് ചെറു തീയിൽ വെന്ത് കിട്ടിയാൽ മതിയാകും. നല്ല ടേസ്റ്റായിട്ടുള്ള ചപ്പാത്തിക്കൊക്കെ പറ്റിയൊരു മീൻ കറിയാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ, ഊണിനും ബെസ്റ്റാണ്. ശരി, അപ്പോൾ നമുക്ക് ചെമ്മീൻ എന്തായെന്ന് നോക്കണ്ടേ. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ല ഡീപ്പായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഹാഫ് ഒന്ന് കോരിയെടുക്കാം. ഹാഫ് പാനിൽ തന്നെ ഇട്ടേക്കാം കേട്ടോ. ഇനി കപ്പ കുഴയ്ക്കണമല്ലോ. അപ്പോൾ നമുക്ക് കപ്പയൊക്കെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ എല്ലാവരും വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ കപ്പ ഞാൻ തേങ്ങയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി അത് നന്നായിട്ട് നമുക്ക് ഈ അരപ്പിലോട്ട് ഇട്ട് ഒന്ന് എല്ലായിടവും കിട്ടുന്ന രീതിയിലൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. എത്രയേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളാണ്. ഇനി ബാക്കി മാറ്റി വെച്ചിരുന്ന ആ ചെമ്മീൻ കൂടെ ഞാൻ അതിലിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഊണൊന്ന് കഴിച്ചാലോ. എന്ത് ടേസ്റ്റായിട്ടുള്ള സംഭവം എന്നറിയാമോ ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. സാധാരണ ഏത് മീൻ വറുത്തതും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. കപ്പയുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ചെമ്മീനാകുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണല്ലോ. പിന്നെ ഞാനിന്ന് ചീരത്തോരനും നല്ല പുളിശ്ശേരിയും അതുപോലെ തന്നെ പപ്പടവും ഈ മീൻ കുഴച്ചതും പിന്നെ മീൻ കറിയും ഇതെല്ലാം കൂട്ടി നല്ല കാര്യമായിട്ട് ഊണ് കഴിക്കാൻ പോവുകയാണ്, കൂടെ ഒരു പപ്പടവും. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ലഞ്ച് തന്നെയാണ്. ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒത്തിരി വീഡിയോസ് വരുന്നുണ്ട്, എല്ലാം കാണാൻ മറക്കരുത്.
അപ്പോൾ ടേസ്റ്റി ഐറ്റംസിനായി വീണ്ടും ദേവ്സ് കുക്കിംഗ് വേൾഡ് കാണുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.